ഹലോ ഗെയ്സ്, ഇന്ന് നമുക്ക് രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചും പഠിക്കാം. ഫസ്റ്റ് നമുക്ക് രാജ്യസഭയെക്കുറിച്ച് പഠിക്കാം. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രൂപം കൊണ്ടത് 1952 ഏപ്രിൽ 3-ന്. ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13-ന്. ഇത് സ്ഥിരം സഭയാണ്. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ പിരിഞ്ഞുപോകുന്നു. രാഷ്ട്രപതി 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ധനകാര്യ ബില്ലിന്റെ മേൽ അധികാരം കുറവാണ്. പരമാവധി അംഗസംഖ്യ 250 ആണ്. നിലവിലെ അംഗസംഖ്യ 245 ആണ്. കേരളത്തിൽ നിന്ന് 9 അംഗങ്ങൾ. പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭയിൽ അർദ്ധവൃത്താകൃതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ലോകസഭയെക്കുറിച്ച് പഠിക്കാം. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നു. രൂപം കൊണ്ടത് 1952 ഏപ്രിൽ 17. ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13-ന്. കാലാവധി 5 വർഷമാണ്. സഭയുടെ കാലാവധിയാണ് അംഗങ്ങൾക്കും. അധ്യക്ഷൻ സ്പീക്കറാണ്. നാമനിർദ്ദേശം നിർത്തലാക്കി. പരമാവധി അംഗസംഖ്യ 552 ആണ്. ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. നിലവിലെ അംഗസംഖ്യ 543 ആണ്. കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. ലോകസഭയിൽ കുതിരലാടത്തിന്റെ ആകൃതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ചയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.